പക്ഷേ തിരുവനന്തപുരത്തു നിന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ഇപ്പോൾ നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോക്സോ കേസ്, രാഹുൽ മാങ്കൂട്ടം പോക്സോ കേസിൽ അകത്തു പോകും, ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കണം. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ അതേപോലെ തന്നെ വീഡിയോസുകൾ, പോസ്റ്റുകൾ, അതായത് മാങ്കൂട്ടം പോക്സോ കേസിൽ പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നു. എന്താണ് വസ്തുത? രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ പോകുമെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊന്നും മാത്രമായിരുന്നില്ല, മറിച്ച് മെയിൻ സ്ട്രീം മീഡിയകളിലൊക്കെ 24 മണിക്കൂറും ലൈവിൽ പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ബ്രേക്കിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന വാർത്തകളായിരുന്നു ഇതൊക്കെ. പക്ഷെ എന്നിട്ട് എന്തുണ്ടായി? രാഹുൽ ഇപ്പോഴും ആദ്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നെഞ്ചും വിരിച്ച് പാലക്കാട് ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വാർത്ത മാത്രമായിട്ട് നമുക്ക് ഈ ഒരു പോക്സോ കേസിനെയും കാണേണ്ടതുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് കൃത്യമായി ഇവർ ഈ പറയുന്നത്? ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് എന്ത് നടന്നെന്നാണ് പറയുന്നത്? ഇതിൽ കേസുണ്ടോ അല്ലെങ്കിൽ ആരോപണം മാത്രമേ ഉള്ളൂ? ഇപ്പോഴും ഇതിന് പ്രത്യേകിച്ച് കേസ് കാര്യങ്ങളൊന്നുമായിട്ട് ആരും രംഗത്തേക്ക് വന്നിട്ടില്ല. അതാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോക്സോ കേസ് എന്ന് പറയുന്നത് 2 വർഷം മുൻപ് 2023 നടന്നതാണ്. ആ ഒരു സമയത്ത് പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഇവർ പറയുന്ന ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലുള്ള ഒരു കുട്ടിയെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഇത്രത്തോളം മോശമായി പെരുമാറിയത് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്നിട്ടും ഇതുവരെ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും ഉയർന്നു കേൾക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ന്യായമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇത്രയും വലിയ വലിയ കേസുകൾ, ഈ പറയുന്ന നടിയായിട്ടുള്ള പെൺകുട്ടി അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആണെന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയായാലും, അത്രത്തോളം വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുള്ള ഗർഭചിത്രം നടത്തിയെന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയായാലും, അതുപോലെ തന്നെ എനിക്ക് റേപ്പ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു പോയ ട്രാൻസ്ജെൻഡർ അവന്തിക ഉൾപ്പെടെയുള്ളവർ ആരും തന്നെ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ വെറും ആരോപണം മാത്രമാണ്. മാത്രമല്ല അവന്തികയ്ക്ക് പുറകിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് വരാനായിട്ട് അവന്തികയെ പ്രേരിപ്പിച്ച മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റു കറുത്ത 2 കൈകളുണ്ട് എന്നുള്ള വാർത്തകളും ഇനി പുറത്തു വരാനിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ. അതായത് ഈ വാർത്തകൾ ഞാൻ കണ്ടതനുസരിച്ച് ഈ സോഷ്യൽ മീഡിയ രാവിലെയൊക്കെ തുറക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 2023 യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വെള്ളായണിയിൽ ഒരു വീടോ എന്തോ വാടകയ്ക്കെടുക്കുകയും അവിടെ ഇവർ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അന്ന് 16 വയസ്സുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു പെൺകുട്ടി പ്രവർത്തക ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ രാഹുലുമായിട്ട് അടുത്തിടപഴകുകയും ഒരു സമയം കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഈ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ വിളിച്ചു എന്ന തരത്തിലൊക്കെയുള്ള മോശമായി പെരുമാറി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പുറത്തു വരുന്ന വാർത്തകളിൽ തന്നെ പറയപ്പെടുന്ന മറ്റു കാര്യം കൂടിയുണ്ട്. ഈ ഒരു പെൺകുട്ടിക്ക് രാഹുലിനോട് താല്പര്യം ഉണ്ടായിരുന്നു എന്നും ആ ഒരു വാർത്തകളിൽ പറയപ്പെടുന്നുണ്ട്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ 2 ആട്ടിൻകുട്ടികളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് പോലെയുള്ള രീതിയിലാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത്. കാരണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള പെൺകുട്ടിയെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ മറ്റൊരാള് പീഡിപ്പിക്കുന്നു. അതും ആ പെൺകുട്ടിക്ക് ആളോട് താല്പര്യം ഉണ്ടായിരുന്നു എന്നും ഇവർ പറയപ്പെടുന്നുണ്ട്. അതേസമയം പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. പെൺകുട്ടിയെ അതിൽ തന്നെ പല വീഡിയോകളിലും നമ്മൾ കണ്ടു. ഇതിനുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തല, വി ഡി സതീശനൊക്കെ തന്നെ ഇതിനോടകം പരാതി കിട്ടി. നേരത്തെയും AICCക്ക് ഇത്രത്തോളം 20ഓളം പരാതികൾ കിട്ടി എന്നൊക്കെ പറയുന്നു. അത് ഓരോരുത്തരുടെ സ്വകാര്യതയാണ്, അത് പുറത്തുവിടേണ്ട കാര്യമില്ല. പക്ഷേ ഈ വീഡിയോകളിലൊക്കെ തന്നെ പറയുന്നത്, കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ പറയുന്നത്, ഈ യൂത്ത് കോൺഗ്രസ് പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിരുന്നു. രമേശ് ചെന്നിത്തല അതൊരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് അഭിമുഖം നൽകിയപ്പോൾ അതാണ് ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ ഇന്നൊരു CPMന്റെ സൈബർ ഗ്രൂപ്പിൽപ്പെട്ട ഒരു പോസ്റ്റ് വായിച്ചാണ്. അവർ വിശദമായി വീഡിയോ എന്താണോ അതിനെപ്പറ്റി എഴുതിയിട്ടുമുണ്ട്. അങ്ങനെ ടെക്സ്റ്റ് രൂപത്തിലും വീഡിയോ രൂപത്തിലും ഇത് പ്രചരിക്കുന്നുണ്ട്. അതെ, ഈ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ വി ഡി സതീശനെയൊക്കെ പറയപ്പെടുമ്പോൾ അവരെ കൂടി ഇതിനകത്തേക്ക് വലിച്ചഴിച്ചുകൊണ്ട് വരുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ഒരു ആദ്യം വന്ന പരാതി അനുസരിച്ചാണെങ്കിൽ യുവനടി പരാതി നൽകുമ്പോൾ ആ സമയത്ത് പറഞ്ഞിരുന്നത് യുവനടി അച്ഛനെ പോലെയായിരുന്നു വി ഡി സതീശനെ കണ്ടിട്ടുണ്ടായിരുന്നത്. വി ഡി സതീശന് പരാതി നൽകിയിട്ടും അദ്ദേഹം ഒരു തീരുമാനവും എടുത്തില്ല എന്നുള്ള രീതി. അതിനുശേഷമാണ് മാധ്യമങ്ങൾക്ക് പരാതി നൽകിയത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ 16 വയസ്സുള്ള പെൺകുട്ടിയുടെ കാര്യം, അതായത് 2023 16 വയസ്സുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ കാര്യം. ഇവരൊക്കെ എന്താണ് ചിന്തിക്കുന്നത്? ആദ്യം ഏതെങ്കിലും നേതാക്കളോട് പോയി കാര്യം പറയുന്നു, അവർ പരാതി നടപടി എടുത്തില്ലെങ്കിൽ പിന്നീട് നേരെ മാധ്യമങ്ങൾക്ക് പോയി പരാതി നൽകിയാൽ മാധ്യമങ്ങൾ എന്ത് നീതി ഇവർക്ക് വാങ്ങിക്കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ പോയത് എന്നൊരു ചോദ്യമാണുള്ളത്. അത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയും അതുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കി പോവുക എന്നുള്ളതാണ്. അതിന് പകരം നിയമപരമായി പോകുന്നതിന് പകരം ഒരാളെ കരിവാരിത്തേക്കാൻ വേണ്ടി മാത്രം ഈ ഒരു പരാതിയൊക്കെ എടുക്കുന്നതിൽ എന്ത് ലോജിക്കാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതുപോലെ സെറ്റിൽമെന്റും കൂടെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. സെറ്റിൽമെന്റിന് വേണ്ടി, അതായത് പീഡിപ്പിച്ച വ്യക്തിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതോടെ കാര്യം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അപ്പൊ ഇവരൊക്കെ ചിന്തിക്കുന്നത്. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇത് MLA ആയതിനു ശേഷം
സാമ്പത്തികമായി വലിയ ഭദ്രതയില്ലാത്ത അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരികയാണ്. അപ്പൊ ഈ സെറ്റിൽമെന്റുകൾക്ക് വേണ്ടിയിട്ട് വലിയ വലിയ തുകകളാണ് സെറ്റിൽമെന്റിനായിട്ട് നൽകിയെന്ന് പറയപ്പെടുന്നത്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇത് ഇന്നലെ തന്നെ ഒരു പോസ്റ്റിൽ എന്തോ വായിച്ചത് 26 ലക്ഷം രൂപ ആർക്കൊക്കെ കൊടുത്ത് കേസ് ഒത്തു തീർക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ തെളിവ് എവിടെ? അങ്ങനെയുള്ള സംഭവം ഉണ്ടെങ്കിൽ ഇത്രത്തോളം ഒരു എമൗണ്ട് നൽകി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ചെയ്തു എന്ന് പറയുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇത് പരാതിയുമായി മുന്നോട്ട് വരണമെന്ന് അറിയുന്ന ആളുകളാണെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ സൂക്ഷിച്ചില്ല? എന്തുകൊണ്ട് ഇതിന് തെളിവുകൾ പുറത്തുവിടുന്നില്ല? വെറുതെ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ ചാനലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീം ചാനലിലോ നൽകിയതുകൊണ്ട് മാത്രം ഒരാളെ ഒരിക്കലും പ്രതിസ്ഥാനത്ത് നിർത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. രാഹുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളുടെ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടായി, അതായത് രാഹുൽ ഇത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രാഹുൽ എത്തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിച്ച് അദ്ദേഹം ശിക്ഷിക്കപ്പെടണമെന്ന്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അത് ഇത്തരത്തിലുള്ള കടന്നാക്രമണം ഇപ്പം ഏത് ഭാഗത്ത്, BJP ഭാഗത്തു നിന്നായാലും CPM ഭാഗത്തായാലും രാഹുലിന് നേരെ രാഹുൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഇതിന്റെയൊക്കെ പിന്നിൽ രാഹുലിനോടുള്ള ഭയം മാത്രമാണെന്നുള്ള വ്യക്തമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. രാഹുൽ വീണ്ടും സജീവമായി വരുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും തളർത്താനായിട്ട് എന്തൊക്കെ മാർഗങ്ങളുണ്ടോ? ഇലക്ഷൻ അടുത്ത് വരികയാണ്. ആദ്യം ഈ ഒരു പരാതിയുമായി രംഗത്ത് വന്ന സമയത്ത്, പെൺകുട്ടികൾ പരാതിയുമായി മുന്നോട്ട് വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വനവാസത്തിന് പോയി എന്ന് പറയുന്നത് പോലെ കുറച്ചു ദിവസം വീട്ടിൽ അടച്ചിരുന്നപ്പോൾ ഇവർ വിചാരിക്കുന്നത് വീണ്ടും ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് വന്നാൽ രാഹുലിനെ തടഞ്ഞു നിർത്താം, തങ്ങൾക്ക് തന്നെ വീണ്ടും വിജയിച്ച് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരാം, രാഹുൽ ഇനിയൊരു അവസരത്തിലേക്ക് മുന്നോട്ട് വരരുത് എന്ന് വേണ്ടിയുള്ള ആ ഒരു അജണ്ടയാണ് ഈ പരാതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി പാലക്കാട് നടക്കുന്ന മൂവ്മെന്റ്, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലേക്ക് വരാൻ നിൽക്കുന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടമായി വേദി പങ്കിടുന്നു. പിന്നെ അത് കഴിഞ്ഞ് CPM നേതാവ് രാഹുലുമായിട്ട് വേദി പങ്കിടുന്നു. ഇതെല്ലാം തന്നെ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനെല്ലാം തന്നെ മറികടക്കുന്നതിന് വേണ്ടി അവരുണ്ടാക്കുന്ന പുതിയൊരു പ്രചരണം മാത്രമാണോ ഇത്? സ്വാഭാവികമായിട്ടും സ്വന്തം പാർട്ടിയിലുള്ളവരെ പോലും ഇവർക്ക് ഇപ്പോൾ നിലക്ക് നിർത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാഹുലിന് സ്വന്തം പാർട്ടിയിൽ ഇപ്പൊ CPIM ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, അവര് പോലും രാഹുലിനെ അംഗീകരിച്ച് രാഹുലിന്റെ കൂടെ ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ പറയുന്ന BJPക്ക് ആണെങ്കിലും CPM ആണെങ്കിലും വേറൊന്നും ഇനി മുന്നോട്ട് കാണാനില്ലാത്തത് കൊണ്ട് രാഹുലിനെ ഇങ്ങനെയെങ്കിലും തളർത്താം എന്നുള്ള ഒരു പുതിയ നീക്കങ്ങളായിട്ട് തന്നെയാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. അതല്ല, രാഹുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള തെളിവുകളുമായി രംഗത്ത് വരട്ടെ, പരാതിയുമായി രംഗത്ത് വരട്ടെ. പോക്സോ കേസൊക്കെ ആരോപിക്കുന്നെങ്കിലും അത് വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ്. രാഹുലിനെ പോലൊരു യുവ നേതാവിന് ഇപ്പൊ ഒരുപാട് തന്നെ ആരോപണങ്ങളുണ്ട്. പോക്സോ കേസിന്റെ ഒരു തീവ്രതയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഇത്തരം ഒരു ആരോപണമില്ലാതെ ഇവരാരും കേസിലേക്ക് പോകാത്തത് എന്താണ്? ഈ ഒരു ചോദ്യം നമ്മൾ അവരോട് ചോദിച്ചാൽ അവർ പറയാൻ വേണ്ടി പോകുന്നത് പെൺകുട്ടികളുടെ ഐഡന്റിറ്റി പുറത്തുവിട്ടല്ല അത് അവർക്ക് ഭാവിയിൽ ദൂഷ്യം ചെയ്യുമെന്നാണ്. പക്ഷേ അപ്പോൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ കേരള നിയമത്തിന്റെ അല്ലെങ്കിൽ നിയമസംഹിത അനുസരിച്ച് പെൺകുട്ടികളുടെ പേരോ അല്ലെങ്കിൽ ഒരു വിവരങ്ങളോ പുറത്തു വിടാതെ തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ രംഗത്ത് വരുമ്പോൾ അവരെ നിയമപരമായി മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ പ്രതിയെ പിടിക്കാനുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും നമ്മുടെ കേരള നിയമസംഹിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഇതൊന്നും ഇല്ലാതെ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് പുറത്തു വരും, അത് പെൺകുട്ടിക്ക് ഭാവിയിൽ അത് എത്രത്തോളം നാണക്കേട് ഉണ്ടാക്കും അല്ലെങ്കിൽ കുടുംബത്തിന് നാണക്കേടാകും എന്ന് വിചാരിച്ചുകൊണ്ട് അടക്കി വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് എന്നൊരു ചോദ്യം കൂടി ഇത് വരികയല്ലേ. ഇത്തരത്തിൽ പെൺകുട്ടികളുടെ വിഷയങ്ങൾ മാത്രം, സ്ത്രീ വിഷയം മാത്രം എടുത്ത് മുന്നോട്ടിട്ട് രാഹുലിനെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നവർ ചിന്തിക്കേണ്ടത് സ്വന്തം പാർട്ടിയിലുള്ളവരെല്ലാവരും തന്നെ നല്ലവരാണോ പുണ്യാളന്മാരാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് തന്നെയാണ്. പണ്ട് ആരോ പറഞ്ഞതുപോലെ തന്നെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് എത്ര പേര് രാഹുലിനെതിരെ കല്ലെറിയുമെന്നുള്ളതും കൂടി നോക്കിയിട്ട് വേണം രാഹുലിനെ ഇത്രത്തോളം ഈ ഒരു പരാതിയുമായി മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് രാഹുലിനെ ഇനി വീണ്ടും തളർത്താനുള്ള നീക്കങ്ങളുമായി രംഗത്തേക്ക് വരാനെന്നുള്ളതാണ്. രാഹുലിനെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഓരോ നീക്കങ്ങളും എന്ന് പറയുന്നത്. ഈ ഒരു ഭയവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ CPMന് കേരളത്തിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടത് തന്നെയാണ്. ഇത്തരത്തിലുള്ള നാറിയ കളികൾ കളിക്കാതെ സ്വന്തം ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ CPM തയ്യാറാക്കുകയാണെങ്കിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ നമുക്ക് വെക്കാൻ സാധിക്കുമെന്നുള്ളതാണ്.